അസ്സലാമു അലൈക്കും. നോമ്പൊക്കെ എങ്ങനെയുണ്ട്? എല്ലായിടത്തും മഴ പെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെയൊക്കെ ഇടയ്ക്ക് ഒരു മഴ കിട്ടുന്നുണ്ട്, പക്ഷെ എന്നാലും നല്ല ചൂടാണ് കേട്ടോ. എന്നാലും നോമ്പിന് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അങ്ങനെ മുന്നോട്ട് പോകണു. ചെറിയൊരു ഫ്രൂട്ട്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ പൂവ് ഇതിങ്ങനെയാണ് കേട്ടോ. ചെറിയ നല്ല നമ്മളെ പിന്നെ മുല്ലപ്പൂവിൻ്റെ ഒക്കെ പൂവ് പോലെ നല്ല രസമുള്ള പൂവാണത്. ഇത് നിറച്ച് പൂവിട്ടിട്ടുണ്ട്. പൂവൊക്കെ ഇങ്ങനെ വിരിയാറാവണം. മുട്ടാണത്. നിറച്ച് പൂത്തിട്ടുണ്ട് കേട്ടോ. നല്ല നന്നായിട്ട് പൂത്തിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ ഒരു ഉറുമ്പൊക്കെ അതിങ്ങനെ കയറി വരുന്നതിൽ ചിലപ്പോൾ കുടിക്കാനായിരിക്കും. ഇതിൽ നല്ല മധുരം ഉണ്ടാവുമൊക്കെ ഈ പൂവിൽ. അതിൻ്റെ ഒരു കായാണ് കേട്ടോ. അങ്ങനെ മഞ്ഞ കളറായി വരുന്നുണ്ട്. രണ്ടെണ്ണം, ബാക്കി കുറേ ഉണ്ടായിരുന്നു, ഒക്കെ കൊഴിഞ്ഞു പോയി. ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഇനി ഒന്നും കൂടി പയക്കണം. ഇതേപോലെ മഞ്ഞ കളറാവും, നല്ല മഞ്ഞ കളറായിരിക്കും. ഇത് ശരിക്കും നമുക്ക് തൊലി കൊടുക്കുക തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഓറഞ്ചാണത്. എന്താ ഇസ്രായേൽ ഓറഞ്ചോ അങ്ങനെ എന്താ അതൊന്നും പറയാൻ തോന്നുന്നതിന്. എനിക്ക് നേരെ ശരിക്കും അറിയുന്നില്ല, ഓർമ്മല്ല ശരിക്കും ഇതിൻ്റെ പേരെന്താണെന്നുള്ളത്. ഇസ്രായേൽ ഓറഞ്ച് ഇതിങ്ങനെ പറയുന്നേക്കാം ഉണ്ടോ. ഇതിങ്ങനെ നല്ല മഞ്ഞ കളറായിട്ട് ഇനി ബാക്കിയുള്ള ഭാഗത്ത് കൂടെയൊക്കെ മഞ്ഞ കളറായി വരുന്നുണ്ട് ഉണ്ടോ. പൂവ് ഇഷ്ടമായി കൊഴിഞ്ഞു പോയിക്കുന്നു. ഞാനിപ്പോൾ നനച്ചതാണ്, വൈകുന്നേരം ആയപ്പോൾ നനച്ചതാണ്. ഒരുപാട് പൂവുകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ടോ. എത്രങ്ങാനും പൂവാണ് കൊഴിഞ്ഞു പോയിട്ടുള്ളതെന്ന് അറിയോ. ശരിക്കും ഇതിൻ്റെ കായ ഇതാണ്. എത്ര വലിപ്പം, നല്ല വലിപ്പം വെക്കും. ശരിക്കും നല്ല വെറുതെ നമുക്കിങ്ങനെ പിന്നെ ഇതിൻ്റെ തൊലി കൊടുക്കനെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ഓറഞ്ചാണ്. ഭയങ്കര മധുരമൊന്നും പറയാനില്ല, നമുക്കൊരു ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഉണ്ട്, അത്ര തന്നെ ഉള്ളു. അങ്ങനെ ടേസ്റ്റ്. അങ്ങനെ ഞാൻ ഇന്ന് ഇതൊന്നും കൂടി പഴുത്തിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇത് നന്നായിട്ട് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇപ്പം നമ്മൾ കൂടുതൽ നിർത്തി കഴിഞ്ഞാൽ ഫുള്ള് കൊഴിഞ്ഞു പോകും. അങ്ങനെ കുറേ കൊഴിഞ്ഞു പോയി കേട്ടോ. നമ്മൾ പറിക്കാൻ വിട്ടുപോയിട്ട് പിന്നെ ഇനിയിപ്പോൾ ആകെ 2 ആയിട്ടുള്ളൂ. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. ഇങ്ങനെ കളറായാലും നല്ല കഴിക്കാൻ നല്ലതാണ് കേട്ടോ. നല്ല ഒരു ചെറിയൊരു മധുരം ഉണ്ടായിട്ട് പിന്നെ നല്ലൊരു ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ്. അങ്ങനെ വെറുതെ ഒറ്റയടിക്ക് നമുക്ക് തൊലി കൊടുക്കാനത് കഴിക്കാൻ പറ്റുന്ന ഒരു ഓറഞ്ച് കേട്ടോ. ശരിക്കും നമ്മൾ ഓറഞ്ച് കട്ട് ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. നല്ല സീഡുണ്ട്, വലിയ സീഡൊക്കെയാണ് കേട്ടോ. ചെറിയ ഓറഞ്ച് ആണെങ്കിലും വലിയ സീഡൊക്കെ തന്നെയാണ് അതിന്. ഒരു 2-3 സീഡൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കാരണം ഇത് നന്നായിട്ട് കായ്ക്കലുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം കായ കുറവാണ്, കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പൂവായാൽ തന്നെ പെട്ടെന്ന് ഇങ്ങനെ പൂവൊക്കെ കൊഴിഞ്ഞു പോവുകയാണ്. പക്ഷെ അതിൽ നല്ല ജ്യൂസ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പിഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല ജ്യൂസൊക്കെ അതിൽ വരുന്നുണ്ട്. കണ്ടങ്ങനെ ഓറഞ്ചിൻ്റെ എല്ല് പോലെ തന്നെ നമ്മൾ കണ്ടത്. ഞാനത് വെറുതെ ഒന്ന് പിഴിഞ്ഞ് നോക്കിയതാണ്. അപ്പോൾ നല്ല പിന്നെ അതിൽ നല്ല നീരുണ്ട്. ഞാൻ ആദ്യം ഒന്ന് പിഴിഞ്ഞിരുന്നു. അതിൻ്റെ വീഡിയോയിൽ പെട്ടില്ല. പിന്നെ രണ്ടാമത് വീഡിയോയിൽ പിന്നെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ നല്ല ഇതുണ്ടോ, പിഴിയുമ്പോൾ നല്ല ജ്യൂസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുണ്ടോ ഈ മഴ പെയ്ത് കാരണം ഇനി ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ഒറ്റ ഓറഞ്ച് തന്നെ ഉള്ളൂ, ബാക്കി ആകെ 2 എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇത് തന്നെയുള്ളത്. ഇങ്ങനെ ഇത് നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും, പക്ഷേ നമ്മളെ വായൊക്കെ കേടുന്നത് ഒരു ഫ്രൂട്ട്സാണ് കേട്ടോ. ഇതിപ്പോൾ ഫുള്ള് കിളികൾ കൊണ്ടുപോവുകയാണ്, ശരിക്കും കിട്ടുന്നില്ല. ഇത് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നാരങ്ങ തിന്നാലും ഒക്കെ മധുരമായിട്ട് നിൽക്കും. ഈ ഫ്രൂട്ട്സിനുള്ള ഒരു പ്രത്യേകതയാണത്. പക്ഷേ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്, എനിക്ക് വലിയ ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ വായൊക്കെ കേടുന്ന പോലെ തോന്നും. ഇത് നമ്മൾ പിന്നെ വായ ഇട്ട് കഴിഞ്ഞാൽ ഒരു വേറെ സൈസ് ഒരു മധുരക്കാരം. പിന്നെ നമ്മൾ എന്ത് കുടിച്ചാലും ആ മധുരം തന്നെ. പിന്നെ അത് മാറിക്കിട്ടണമെങ്കിൽ വായ ശരിയായി കിട്ടണമെങ്കിൽ കുറേ പണിയാണത്. അത് അത്യാവശ്യം ഇങ്ങനെ കുറച്ച് കായ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലും കുറേ കായ കിട്ടിയിട്ടുണ്ട്. അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ അത് ഫുള്ള് കിളികൾ കൊണ്ടുപോകുക.